ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടോക്കാം. ഇന്നത്തെ വീഡിയോ പറയണത് ജൂൺ 1 വീഡിയോ ആണ് കേട്ടോ. ജൂൺ 1 അന്ന്, അതായത് സ്കൂള് തുറക്കുന്ന അന്നത്തെ വീഡിയോ ആണ്. 2 മാസത്തെ വേനലും അവധിയും കാര്യങ്ങളും ഒക്കെ ജഗയും പുകയും പടയും എല്ലാം കഴിഞ്ഞ് നമ്മളെ സ്കൂൾ അങ്ങോട്ട് തുറന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം എല്ലാം പഴയതുപോലെ, ഇനിയിപ്പോൾ ആദ്യത്തെ പോലത്തെ പരിപാടി കാര്യങ്ങളൊന്നും നടക്കൂല. എന്താ പറയുക, ഇനിയിപ്പോൾ പുതിയ റൊട്ടീനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. മക്കൾക്ക് സ്കൂൾ പോവലും വിടലും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ രീതിയിലേക്ക് നമ്മളെ റൊട്ടീന് ചെറിയൊരു ചേഞ്ചും കാര്യങ്ങളൊക്കെ വരും എല്ലാവർക്കും അല്ലേ. അപ്പം ഞാൻ ഇന്ന് ഫസ്റ്റ് ദിവസം നമുക്ക് മദ്രസ തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 2-ാം തീയതിയാണ് മദ്രസ തുറക്കുന്നത്. ഇത് 1-ാം തീയതിത്തെ സ്കൂൾ തുറക്കണ അന്നത്തെ വീഡിയോ ആണ്. ഇനിയിപ്പോൾ മദ്രസ ഇല്ലയെന്ന് വിചാരിച്ച് നേരത്തെ എണീക്കാതെയും കടന്നുറങ്ങാനൊന്നും പറ്റൂല. കുട്ടികൾക്ക് സ്കൂളുള്ളതുകൊണ്ട് ഓരെ പറഞ്ഞയക്കണം, രാവിലത്തെ ചായം കടിയൊക്കെ ആക്കണം, 8 മണി 8:30 ആകുമ്പോഴത്തേക്കും എല്ലാ പരിപാടികളും കഴിയണം. പിന്നെ ഇന്നിപ്പോൾ നിച്ചുമോക്കുള്ള ലഞ്ചും കാര്യങ്ങളൊന്നും റെഡിയാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇന്ന് ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് തന്നെ സ്കൂളിൽ ചോറും പായസവും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോറ് അല്ലാത്ത ദിവസം ഉണ്ട് കേട്ടോ. പിന്നെ UP-കാർക്ക് ഉണ്ട്, ഹൈസ്കൂള് പിന്നെ ഒക്കെ മുതലാണ് ചോറ് ഇല്ലാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഉണ്ടോ എന്താണെന്നുള്ളത് അറിയില്ല കേട്ടോ. എന്തായാലും UP-ക്കുള്ള ചോറ് എന്നും അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവർ മക്കൾ കൊണ്ടുപോകില്ല എന്നുള്ളതാണ് കേട്ടോ. നാഫിമോൻക്ക് കുഴപ്പമില്ല, നിച്ചുമോക്ക് പിന്നെ അവിടുന്ന് കഴിക്കാൻ കുറച്ച് മടിയാണ്. കാരണം കൂട്ടുകാരത്തികളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ് എന്ന് പറയുമ്പോൾ ഓളും വീട്ടിൽ നിന്ന് കൊണ്ടുപോട്ടേന്ന് ചോദിക്കും കേട്ടോ. പിന്നെ നമ്മളും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ അല്ലേ. ഞാനൊക്കെ അങ്ങനെ തന്നെ ഇനി കേട്ടോ. ഇനിയിപ്പോൾ വെറും ചമ്മന്തി ആണെങ്കിലും വേണ്ടിയില്ല, എല്ലാവരും കൊണ്ടുവരുമ്പോൾ ഞമ്മക്കും ഒരു പൂതിയല്ലേ പോരേന്ന് കൊണ്ടുപോകാൻ. കാര്യം നമ്മൾ എന്നും എപ്പോഴും നമ്മൾ വീട്ടിലത്തെ ഭക്ഷണമാണ് കഴിക്കുന്നുണ്ടാകുക. ഒരു ദിവസം ഒന്ന് മറ്റേത് കഴിക്കാൻ പറഞ്ഞാലും കുട്ടികൾക്ക് പറ്റൂല കേട്ടോ. അവിടുന്ന് നല്ല ചൂടോടുകൂടെ കിട്ടുമ്പോൾ കഴിക്കാൻ പറഞ്ഞാൽ അത് പറ്റൂല. ഈ പുരേന്ന് രാവിലെ ടിഫിനിലാക്കി കൊണ്ടുപോയിട്ട് ആ ഉച്ചക്ക് തണുത്തത് തന്നെ അവർക്ക് വേണം. എന്തായാലും ഇപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും എനിക്ക് ഫുഡ് ഒക്കെ കൊടുത്തയക്കാനുള്ളത് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനിതാ ഫസ്റ്റ് എന്താ പറയുക, ദോശയാണ് കേട്ടോ ഇന്ന് ചായക്കടി. നമ്മളെ സാധാ നീർദോശയാണ്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് ചട്ടി നല്ല ചൂടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂട് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നടുവിലൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് വന്ന പോലെ ആയിട്ടുണ്ടായി. അപ്പോൾ ഞാൻ അത് ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ പിടിച്ച് നല്ലോണം കട്ടൻ ചായയിൽ മധുരം ഇട്ട് ആ ഒരു ദോശ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിട്ടോ. ഒന്ന് എടുത്തിട്ട് ഒന്ന് വെറുതെ ഒന്ന് ചായക്ക് കൂട്ടി അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ദോശ ചുട്ട് എടുത്ത് തീർത്തിട്ടുണ്ട് കേട്ടോ. ദോശ ചുടൽ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ കറി വെക്കാൻ നിന്നത്. സാധാരണ ഞാൻ വേഗം കറിയൊക്കെ ഉണ്ടാക്കി വെക്കും, എന്നിട്ടാണ് കടിമലേക്ക് നിൽക്കുക. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇറച്ചി ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ട് അതിങ്ങോട്ട് ഐസ് വിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വിട്ട് വെക്കുന്നതിൻ്റെ മുന്നേ വേഗം ദോശ ചുട്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് പിന്നെ കുക്കറിൽ ഇടുമ്പോൾ വേഗം പരിപാടി കഴിയുമല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ നല്ലോണം ഐസൊക്കെ വിട്ട് കിട്ടിയതിൻ്റെ ശേഷം നല്ല കഴുകി ഒന്ന് വെള്ളം ഊറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തക്കാളി, ഉള്ളി, പച്ചമുളക്, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഒരു 2 മണി ഉലുവ, പിന്നെ മസാലപ്പൊടികളായിട്ട് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ബീഫ് മസാല, കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇന്ന് ഞാൻ വരട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, ഒരു ഇത്തിരി കറി പോലെ ദോശക്കും പിന്നെ ഉച്ചക്കത്തെ ചോറിനും കണക്കാക്കിയിട്ട് അങ്ങനെ കുറച്ചൊരു കറിയാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണ ഞാൻ മസാലപ്പൊടികളൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ടൊക്കെയാണ് ഞാൻ വെക്കൽ. ഇന്ന് പിന്നെ അല്ലാതെ ഞാൻ പച്ചക്ക് അങ്ങനെ പൊടികളൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചക്കത്തേക്കും രാവിലത്തേക്കും മാത്രം മതി. വൈകുന്നേരം നമുക്കൊരു വഴിക്ക് പോവാനുണ്ട്, അതുകൊണ്ട് പിന്നെ ഉച്ചക്കത്തേക്കുള്ളത് മാത്രം മതി കേട്ടോ. അങ്ങനെ അതാ വെക്കണ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വെന്തതും കണ്ടില്ലേ. അതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. എന്തായാലും കേട്ടോ നമ്മളെ ചിക്കൻ എന്നാണ് കേട്ടോ പറയണത്. എപ്പോഴും ചിക്കനാണല്ലോ അധികം ഉണ്ടാവുക, ബീഫ് കേട്ടോ. ഇപ്പോൾ നമുക്ക് പെരുന്നാളിലേക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേഗം ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് വറവിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഈ ഒരു എണ്ണയിൽ ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ മക്കൾക്ക് വല്ലാണ്ട് എരിവായിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പിന്നെ മറ്റേതിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വറവിടുമ്പോൾ ഒന്നും കുരുമുളക് പൊടി ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് വറവിട്ടെടുത്തിട്ടുണ്ട്.
പിന്നെ എൻ്റെ വോയിസിന് ചിലപ്പോൾ ചെറിയൊരു ഇത് തോന്നി, എനിക്കിങ്ങനെ തൊണ്ടയൊക്കെ ഇങ്ങനെ അടഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. എന്തോ ഒരു തൊണ്ടവേദനയോ അങ്ങനെ ഒരു സൗണ്ട് അടയണ ഒരു ചെറിയൊരു പ്രശ്നം 2 ദിവസമായിട്ടുണ്ട്. അപ്പോൾ വോയിസ് കൊടുക്കുമ്പോഴും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ചെറിയൊരു തൊണ്ടയ്ക്ക് എന്തോ ഒരു ഇടങ്ങാറുള്ള പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ വോയിസിന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അങ്ങനെ കറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും മക്കൾ ഇതാട്ടോ നിച്ചുമോള് മാറ്റി ഒരുങ്ങി സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. ചായയൊക്കെ കുടിച്ചു. ഫസ്റ്റത്തെ ദിവസമാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, 2 മാസമൊക്കെ പുറകെ കഴിഞ്ഞ് ഇന്ന് ഫസ്റ്റായിട്ട് പോവുകയാണ്. അപ്പോൾ അതാട്ടോ ഓള് അനിയനോടുള്ള സ്നേഹപ്രകടനവും യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞ് ഓള് പോകുന്നുണ്ട്. പിന്നെ വരുമ്പോൾ മുട്ടായി കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ നാസിമോന് നിച്ചുവിനോട്. അങ്ങനെ നിച്ചുമോള് പോയതിൻ്റെ ശേഷം കേട്ടോ ഞാനിരുന്ന് ചായ കുടിക്കുകയാണ്. നാഫിക്ക് പിന്നെ 10 മിനിറ്റ് മുമ്പ് പുരേന്ന് പോയാലും മതി കേട്ടോ. ഓന് പിന്നെ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്കൂളാണ്. വീടിൻ്റെ അടുത്ത് എന്നല്ല, ഈ ഒരു പരിസരത്ത് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു നാട്ടിൽ തന്നെയാണ് കേട്ടോ ഓനക്ക് സ്കൂള്. ബസ്സൊന്നും കയറിയിട്ടും കുറേ വല്ലാണ്ട് ദൂരത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഓന് സമാധാനത്തിൽ അങ്ങനെ പോയാൽ മതി. പിന്നെ ഇതാട്ടോ ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞ് എണീച്ചു. ഞാൻ അതിൻ്റെ ഇടയിൽ ചായ കുടിക്കണേൻ്റെയും ദോശയൊക്കെ ആക്കണേൻ്റെ ഒക്കെ ഇടയിൽ തന്നെ ഞാൻ അലക്കാനുള്ളതൊന്ന് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ആറി ഇട്ടിട്ട് ബാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സാധാരണ ജൂൺ 1 ഇങ്ങോട്ട് ആകുമ്പോഴത്തേക്കും മഴ പിടിക്കലുണ്ടല്ലോ. പക്ഷെ ഇന്ന് അങ്ങനെ വലിയ പെരുമഴയൊന്നുമില്ല, എന്നാലും ഇങ്ങനെ മഴ ചാറിങ്ങോണ്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മുറ്റത്ത് ഇടാൻ നിന്നിട്ടില്ല. അത് പിന്നെ 2ാം പണി ആവും, പിന്നെയും എടുത്ത് ഇടൽ തന്നെ ആയിക്കാട്ടോ ഒരു പണി. അപ്പോൾ അതുകൊണ്ട് പിന്നെ വീടിൻ്റെ ചുറ്റിനും കൊണ്ടുപോയി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ വേഗം അടിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരി ഇട്ടു. അപ്പോൾ പാത്രം കഴുകാൻ പോകുന്നതിൻ്റെ മുന്നേ വേഗം ചോറിന് ഉള്ള വെള്ളം വെച്ചത് ഗ്യാസുമ്മ വെച്ചാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഗ്യാസുമ്മ ചോറ് വെക്കലില്ല, നിങ്ങൾക്ക് തന്നെ അറിയാലോ, അടുപ്പ് കത്തിച്ചിട്ട് തന്നെയാണ് വെക്കുക. ഞാൻ പറഞ്ഞല്ലോ ഒന്ന് ഉച്ച കഴിഞ്ഞിട്ട് നമുക്കൊരു വൈക്ക് പോകാനുണ്ട്. അപ്പോൾ ഉച്ചക്കത്തേക്ക് മാത്രം എനിക്കും നാസിമോൻക്കും മാത്രം ഒരു ഇത്തിരി ചോറ് മതി കേട്ടോ. ഒറ്റൊരു ഗ്ലാസ് അരി ഇട്ട് ചോറ് വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നമുക്ക് രാവിലത്തതോ അല്ലെങ്കിൽ തലേ ദിവസത്തെ ചോറൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വെച്ചത്. വേറെ എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുന്നത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വെക്കൂലായിരുന്നുണ്ട്. അപ്പോൾ ഒറ്റൊരു ഗ്ലാസ് അരി ഇട്ടിട്ട് കുറച്ച് ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിന് അടുപ്പ് കത്തിക്കാൻ വേണ്ടി മടിച്ചു കേട്ടോ. ഗ്യാസ് മേലെ അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം പോയിട്ടൊന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്തു. കുറച്ച് നമുക്ക് രാവിലെ ആകുമ്പോൾ കുറച്ച് അധികം ഉണ്ടാവുമല്ലോ, ഞാൻ എല്ലാം ഇതിലേക്കൊക്കെ ഒഴിവാക്കി ഇതാക്കി അങ്ങനെയൊക്കെ കഴുകുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് അധികം തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇപ്പോൾ ആ ഒരു കറീൻ്റെയും അതിൽ ദോശയും ഉണ്ട് കേട്ടോ. അത് രണ്ടും അവിടെ തന്നെ അങ്ങനെ വെച്ചതാണ്. ഇനി മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ട് വേണമെങ്കിൽ അവർക്ക് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെന്താണ്, നാഫിമോനും പോയിട്ടുണ്ട് കേട്ടോ. പോകുന്നതൊന്നും പിന്നെ എനിക്ക് അങ്ങനെ വീഡിയോയിൽ എടുക്കാം. ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചിലതൊക്കെ വിട്ടുപോകും. എല്ലാം ഒന്നും ചിലപ്പോൾ വീഡിയോയിലായിട്ട് ഉൾപ്പെടുത്താൻ നമുക്ക് പറ്റൂലല്ലോ. പിന്നെ ഞാൻ വേഗം തുടക്കലും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ വെള്ളമൊക്കെ തിളച്ചേരെ അരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. തുടക്കലും ബാക്കി തുണി പിന്നെ ഒരു ചെറിയൊരു വെയിലും കാര്യങ്ങളും കണ്ടപ്പോൾ പിന്നെ സൈഡിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഇപ്പുറത്തേക്ക് ഇട്ടു കേട്ടോ. ആകാശമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ആദ്യം കൊണ്ടുപോയിട്ട് സൈഡിൽ കൂടെ ഇട്ടു. പിന്നെ വെയിൽ കാണുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. വെയിൽ കാണുമ്പോൾ വേഗം തുണികളെടുത്ത് വീണ്ടും പുറത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ എന്താ പറയുക, കുളിയും നിസ്കാരവും ചോറയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ഒരു 5:30 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് മാനന്തവാടിക്കാണ്. മാനന്തവാടി ഏട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്കൊരു പരിപാടി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ ഇന്ന് മൗലൂദാണ് കേട്ടോ. നമ്മളെ ഉമ്മാൻ്റെ ഇവിടെ ഇക്കാൻ്റെ ഉമ്മാൻ്റെ ആണ്ട് ദിവസമാണ്. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ, നമ്മൾ ഒരുപാട് ആൾക്കാരൊന്നുമില്ല, ഞങ്ങൾ പിന്നെ എന്താ പറയുക, ഏട്ടനനിയന്മാർ, പെങ്ങന്മാർ, മക്കൾ, കെട്ടിയന്മാർ, അങ്ങനെ ഞങ്ങൾ കുടുംബം മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല, നമ്മൾ മാത്രം. ഞങ്ങൾ തന്നെ ധാരാളമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ മൗലൂദ് കഴിക്കുന്നുണ്ട് രാത്രി. അപ്പോൾ എല്ലാവരും അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. സാധാരണ അധികം നമ്മൾ തറവാട്ടിൽ നിന്ന് തന്നെയാണ് കഴിക്കൽ. പക്ഷേ ഈ പ്രാവശ്യം ഏട്ടന് ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ നമ്മളെല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ. ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ മഴ ചാറിങ്ങോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരനിയന് ഉസ്താദാണ്. അപ്പോൾ ഓനക്ക് ഇന്ന് രാത്രി തന്നെ തിരിച്ച് പോകേണ്ടതുകൊണ്ട് മൗലൂദും കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നിലത്ത് ഫുള്ള് ഹാളിൽ ഫുൾ നിരത്തി അങ്ങോട്ട് പായിട്ടിട്ട് എല്ലാവരും ഇരുന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാർ പെണ്ണുങ്ങൾ, കുറച്ച് ആൾക്കാർ നമ്മൾ അടുക്കളയിലുണ്ട്, അതുപോലെ റൂമിലുണ്ട്. പിന്നെ കുട്ടികളും ആണുങ്ങളെല്ലാവരും വരും ഇവിടെ ഹാളിൽ ഇരുന്ന് നമ്മൾ മൗലൂദും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ മധുരതാട്ടോ ഉണ്ണിയപ്പവും കേക്കും പിന്നെ കിണ്ണത്തപ്പമൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഇതാ ഓരോരുത്തരായിട്ട് അങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. കുട്ടികൾസാണെങ്കിൽ ഓരോ സെക്ഷന് വേറെയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും ചാടലും ആയിട്ട് ഐറ്റുകൾ അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഞമ്മക്കും എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. പിന്നെ ഇന്നലെ നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ കല്യാണത്തിന് എല്ലാവരെയും കൂടെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് കണ്ടതുകൊണ്ട് പിന്നെ വലിയൊരു ഇതില്ല കേട്ടോ. എന്തായാലും ഇതാട്ടോ, എല്ലാവർക്കും ഞങ്ങൾക്ക് തിരിച്ചു പോകണം, എല്ലാവർക്കും പോവേണ്ടതുകൊണ്ട് നമ്മൾ വേഗം ഭക്ഷണമൊക്കെ കഴിക്കാണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. തേങ്ങാച്ചോറും ചിക്കനൊക്കെ ആയിരുന്നു കേട്ടോ. അത് പിന്നെ ഞങ്ങളുടെ ദേശീയ ഭക്ഷണമാണ് എന്ന് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എന്തായാലും അറിയായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഞങ്ങളിതാ തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് എല്ലാവരും. അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും. എന്തോ ആവുന്നുണ്ട്.